ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻറ്റ്, ആദ്യം ഞാൻ ചിന്തിക്കട്ടെ. ഇപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. ആദ്യം, ഫസ്റ്റ്. ഞാൻ, ഐ. ചിന്തിക്കുക എന്ന് വെച്ചാൽ എന്താ? തിങ്ക്. അപ്പം ആദ്യം ഞാൻ ചിന്തിക്കട്ടെ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ലെറ്റ് മീ തിങ്ക് ഫസ്റ്റ്. ലെറ്റ് മീ തിങ്ക് ഫസ്റ്റ്. ആദ്യം ഞാൻ ചിന്തിക്കട്ടെ. ലെറ്റ് മീ തിങ്ക് ഫസ്റ്റ്. നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. എനിക്ക് സുഖമില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? എനിക്ക് സുഖമില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. എനിക്ക്, ഐ. സുഖമില്ല എന്ന് വെച്ചാൽ എന്താ? ഡോണ്ട് ഫീൽ വെൽ. അപ്പം ഐ ഡോണ്ട് feel well. I don't feel well. എനിക്ക് സുഖമില്ല. I don't feel well. അപ്പം WELL, രണ്ട് എല്ലുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഞാൻ ഉടൻ തിരികെ വരും. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാതെ നോക്കാം. I will be right back. I will be right back soon. ഞാൻ ഉടൻ തിരികെ വരും. I will be right back soon. അപ്പം അടുത്ത പോയിന്റ് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, എനിക്ക് കുറച്ച് വിശ്രമം വേണം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? എനിക്ക്, ഐ. കുറച്ചെന്ന് വെച്ചാൽ എന്താ? സം. വിശ്രമം, റെസ്റ്റ്. അപ്പം വേണം എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യണേ? നീഡ്. വേണം, നീഡ്. അപ്പോൾ എനിക്ക് കുറച്ച് വിശ്രമം വേണം. നമുക്ക് എങ്ങനെ എഴുതാം? ഐ നീഡ് സം റെസ്റ്റ്. ഐ നീഡ് സം റെസ്റ്റ്. എനിക്ക് കുറച്ച് വിശ്രമം വേണം. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. ഞാൻ നിന്നെ തിരിച്ച് വിളിക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഞാൻ, ഐ. ഞാൻ നിന്നെ തിരിച്ച് വിളിക്കാം. അപ്പം ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്, പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളിവിടെ വിൽ യൂസ് ചെയ്യുന്നു. ഐ വിൽ കോൾ. കോൾ എന്ന് വെച്ചാൽ എന്താ? വിളിക്കുക. ഐ വിൽ കോൾ യു. നിന്നെ തിരിച്ച് വിളിക്കാം. അപ്പം ഐ വിൽ കോൾ യു ബാക്ക്. ഞാൻ നിന്നെ തിരിച്ച് വിളിക്കാം. ഐ വിൽ കോൾ യു ബാക്ക്. ഐ വിൽ കോൾ യു ബാക്ക്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. എനിക്ക് ഇതുവരെ അറിയില്ല. അപ്പം എനിക്കെന്നുള്ളത് എന്താ? ഐ. ഇതുവരെ. അപ്പം നമുക്ക് പറയാം യെറ്റ്. അപ്പം എനിക്ക് ഇതുവരെ അറിയില്ല. അറിയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡോണ്ട് നോ. അപ്പം എനിക്ക് ഇതുവരെ അറിയില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഐ ഡോണ്ട് നോ യെറ്റ്. എനിക്ക് ഇതുവരെ അറിയില്ല. ഐ ഡോണ്ട് നോ യെറ്റ്. ഐ ഡോണ്ട് നോ യെറ്റ്. അപ്പം അടുത്ത പോയിന്റ് പഠിക്കാം. ഞാൻ നിന്നെ അറിയിക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഐ വിൽ ലെറ്റ് യു നോ. ഞാൻ നിന്നെ അറിയിക്കാം. ഐ വിൽ ലെറ്റ് യു നോ. ഐ വിൽ ലെറ്റ് യു നോ. ഞാൻ നിന്നെ അറിയിക്കാം. അപ്പം അടുത്ത പോയിന്റ് നോക്കാം. എനിക്ക് ഇതുവരെ ഉറപ്പില്ല. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? എനിക്ക്, ഐ. ഇതുവരെ എന്ന് വെച്ചാൽ എന്താ? യെറ്റ്. ഉറപ്പില്ല. അപ്പം ഷുവർ. നമ്മൾ പറയില്ലേ, ഷുവർ എന്ന് പറഞ്ഞാൽ ഉറപ്പ്. നോട്ട് ഷുവർ എന്ന് പറയില്ലേ. അപ്പം എനിക്ക് ഇതുവരെ ഉറപ്പില്ല. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഐ ആം നോട്ട് ഷുവർ. SURE. ഷുവറിൻ്റെ സ്പെല്ലിങ് SURE. ഐ ആം നോട്ട് ഷുവർ യെറ്റ്. അപ്പോൾ യെറ്റിന് നമ്മൾ എഴുതണേ? ഇതുവരെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യെറ്റ് യൂസ് ചെയ്ത് എഴുതുന്നത്. അപ്പം ഐ ആം നോട്ട് ഷുവർ യെറ്റ്. എനിക്ക് ഇതുവരെ ഉറപ്പില്ല. അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് പഠിക്കാം. നമുക്ക് പുറത്ത് പോകാം. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? നമുക്ക് എന്നുള്ളത് നമുക്ക് വി എന്ന് പറയാം.
പുറത്ത് ഔട്ട്സൈഡ്. പോകുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പം നമുക്ക് പുറത്ത് പോകാം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ ഔട്ട്സൈഡ്. ലെറ്റ്സ് ഗോ ഔട്ട്സൈഡ്. നമുക്ക് പുറത്ത് പോകാം. ലെറ്റ്സ് ഗോ ഔട്ട്സൈഡ്. നമുക്ക് പുറത്ത് പോകാം. ഞാൻ ഉടൻ അവിടെ എത്തും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഐ വിൽ ബി. ഇവിടെ എന്താ നമ്മൾ വിൽ യൂസ് ചെയ്ത കാര്യം? ഫ്യൂച്ചർ ടെൻസ് ആണ്. ഒരു പിന്നീടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഇവിടെ വിൽ യൂസ് ചെയ്ത് നമ്മൾ എഴുതുന്നത്. ഐ വിൽ ബി ദെയർ സൂൺ. ഉടൻ. അപ്പം ഞാൻ ഉടൻ അവിടെ എത്തും. ഐ വിൽ ബി ദെയർ സൂൺ. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നമുക്ക് ഒരു ഇടവേള എടുക്കാം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. നമുക്കൊരു ഇടവേള എടുക്കാം. ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. ഞാൻ നിന്നെ പിന്നീട് കാണാം. അപ്പം നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം. ഞാൻ നിന്നെ പിന്നീട് കാണാം. അപ്പം ഇതൊരു പിന്നീടുള്ളൊരു കാര്യം, ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ വിൽ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഐ വിൽ see you later. ലേറ്റർ എന്ന് വെച്ചാൽ എന്താ? പിന്നീട്. ഐ വിൽ see you later. ഞാൻ നിന്നെ പിന്നീട് കാണാം. ഐ വിൽ see you later. അടുത്ത പോയിന്റ് പഠിക്കാം. വൈകരുത്. നമുക്ക് എങ്ങനെ പറയാം വൈകരുതെന്ന്? നമുക്ക് പറയാം don't be late. വൈകരുത്. ഡോണ്ട് ബി ലേറ്റ്. വൈകരുത്. അടുത്ത പോയിന്റ് നോക്കാം. അത് ന്യായമല്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അത് ന്യായമല്ല. ദാറ്റ്സ് നോട്ട് ഫെയർ. അത് ന്യായമല്ല. ദാറ്റ്സ് നോട്ട് ഫെയർ. നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നമുക്ക് പിന്നീട് സംസാരിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. നമുക്ക് പിന്നീട് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് ലേറ്റർ. നമുക്ക് പിന്നീട് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് ലേറ്റർ. അടുത്ത പോയിന്റ് നോക്കാം. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഐ ആം തിങ്കിങ്. അപ്പോൾ തിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിക്കുക. അപ്പം ഇവിടെ തിങ്കിങ് എന്നാണ്. ഞാൻ ING കൂടെ ആഡ് ചെയ്യുന്നുണ്ട് തിങ്കിൻ്റെ കൂടെ. തിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വെർബാണ്. ആ വെർബിൻ്റെ കൂടെ ING ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഐ ആം തിങ്കിങ് എബൌട്ട് ഇറ്റ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഞാൻ തിങ്കിങ് എബൌട്ട് ഇറ്റ്. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ വെർബിൻ്റെ കൂടെ ING ആഡ് ചെയ്തത്? കാര്യം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുകയാണ്. അപ്പം ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഞാൻ വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്ത് എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റിന് പറഞ്ഞത് എന്താ? ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പിന്നെ എങ്ങനെയാണ് അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ഐ ആം തിങ്കിങ് എബൌട്ട് ഇറ്റ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഐ ആം തിങ്കിങ് എബൌട്ട് ഇറ്റ്. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അധികം സമ്മർദ്ദം എടുക്കേണ്ട നമ്മൾ പറയില്ലേ? അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അധികം സമ്മർദ്ദം എടുക്കേണ്ട. അപ്പം നമുക്ക് പറയാം ഡോണ്ട് സ്ട്രെസ് ടു മച്ച്. അധികം സമ്മർദ്ദം എടുക്കേണ്ട. ഡോണ്ട് സ്ട്രെസ് ടു മച്ച്. ഇത് H ആണ്. MUCH. അപ്പം ഡോണ്ട് സ്ട്രെസ് ടു മച്ച്. അധികം സമ്മർദ്ദം എടുക്കേണ്ട. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അത് പൂർണ്ണമായും ശരിയാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം ഇംഗ്ലീഷിൽ. അത് പൂർണ്ണമായും ശരിയാണ്. ദാറ്റ്സ് ടോട്ടലി. പൂർണ്ണമായും എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടോട്ടലിന്ന് എഴുതി. ദാറ്റ്സ് ടോട്ടലി ഫൈൻ. അത് പൂർണ്ണമായും ശരിയാണ്. ദാറ്റ്സ് ടോട്ടലി ഫൈൻ. അടുത്ത പോയിന്റ് പഠിക്കാം. അത് സത്യമല്ല എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അത് സത്യമല്ല.
that's not true. അത് സത്യമല്ല. that's not true. അത് സത്യമല്ല. that's not true. നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അത് വളരെ രസകരമാണെന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. that's very funny. that's very funny. അത് വളരെ രസകരമാണ്. that's very funny. അടുത്ത പോയിന്റ് പഠിക്കാം. നമുക്ക് വീണ്ടും ശ്രമിക്കാം എന്ന് നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം. നമുക്ക് വീണ്ടും ശ്രമിക്കാം. അപ്പം നമുക്ക് എഴുതാം let's try again. നമുക്ക് വീണ്ടും ശ്രമിക്കാം. let's try again. അടുത്ത പോയിന്റ് പഠിക്കാം. ഇപ്പോൾ വിഷമിക്കേണ്ട. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ? നൗ. വിഷമിക്കേണ്ട. അപ്പം വിഷമിക്കുക എന്ന് വെച്ചാൽ എന്താ? വറി. അപ്പം ഇവിടെ വിഷമിക്കേണ്ട എന്നാണ് പറയണത്. അപ്പോൾ ഇപ്പോൾ വിഷമിക്കേണ്ട നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഡോണ്ട് വറി. ഡോണ്ട് വറി നൗ. ഇപ്പോൾ വിഷമിക്കേണ്ട. ഡോണ്ട് വറി നൗ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അത് മതി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. അത് മതി. ഇറ്റ്സ് ഇനഫ്. അപ്പം ഇത് നമ്മൾ ഈസിൻ്റെ ഷോർട്ട് ഫോമാണ് ഇറ്റ്സ് എന്ന് എഴുതിയത്. അല്ലെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് ഇനഫ് എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഇനഫ്. അപ്പം അത് ഷോർട്ട് ആക്കിയിട്ട് എഴുതിയേക്കുവാണ് ഇറ്റ്സ് ഇനഫ്. അത് മതി. ഇറ്റ്സ് ഇനഫ്. നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നിനക്ക് പോകാം. നമുക്ക് എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? നിനക്ക് പോകാം. യു ക്യാൻ ഗോ. നിനക്ക് പോകാം. യു ക്യാൻ ഗോ. അടുത്ത പോയിന്റ് നോക്കാം. അത് എനിക്ക് തരൂ. അതെനിക്ക് തരൂ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? തരൂ എന്ന് വെച്ചാൽ എന്താ? ഗീവ്. എനിക്ക് ഗീവ് മീ. അത് ദാറ്റ്. ഗീവ് മീ ദാറ്റ്. അതെനിക്ക് തരൂ. ഗീവ് മീ ദാറ്റ്. അടുത്ത പോയിന്റ് നോക്കാം. എൻ്റെ കൂടെ വാ. അപ്പം എങ്ങനെ എഴുതാം നമുക്ക്? എൻ്റെ കൂടെ വാ. വാ എന്ന് വെച്ചാൽ എന്താ? കം. എൻ്റെ. അപ്പം മീ എന്ന് പറയാം നമുക്ക്. എൻ്റെ കൂടെ വാ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? കം വിത്ത് മീ. എൻ്റെ കൂടെ വാ. കം വിത്ത് മീ. അടുത്ത പോയിന്റ് പഠിക്കാം. ഇത് നോക്കൂ. നമ്മൾ പറയത്തില്ലേ, ഇത് നോക്കൂ, എന്തെങ്കിലും കാര്യം വാങ്ങിയിട്ട് ഇത് നോക്കൂ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഇത് നോക്കൂ. എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദിസ്. ഇത് നോക്കൂ. ലുക്ക് അറ്റ് ദിസ്. അടുത്ത പോയിന്റ് പഠിക്കാം. ബസ് നിർത്തൂ. നിർത്തുക എന്ന് വെച്ചാൽ എന്താ? സ്റ്റോപ്പ്. നമുക്ക് എങ്ങനെ പറയാം? സ്റ്റോപ്പ് ദ ബസ്. ബസ് നിർത്തൂ. സ്റ്റോപ്പ് ദ ബസ്. അപ്പം അടുത്ത പോയിന്റ് പഠിക്കാം. ഇത് ഇവിടെ വെക്കൂ. നമുക്ക് എങ്ങനെ പറയാം? ഇതിവിടെ വെക്കൂ പറയാം. കീപ് ഇറ്റ് ഹിയർ. ഇതിവിടെ വെക്കൂ. വെക്കുക എന്ന് വെച്ചാൽ എന്താ? കീപ്. ഇവിടെ ഹിയർ. അപ്പം കീപ് ഇറ്റ് ഹിയർ. ഇതിവിടെ വെക്കൂ. അടുത്ത പോയിന്റ് നോക്കാം. അത് തിരികെ വെക്കൂ. നമുക്ക് എങ്ങനെ പറയാം? അത് തിരികെ വെക്കൂ. പുട്ട് ഇറ്റ് ബാക്ക്. അത് തിരികെ വെക്കൂ. പുട്ട് ഇറ്റ് ബാക്ക്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ന് തന്നെ തീർക്കൂ. അപ്പോൾ തീർക്കുക എന്ന് വെച്ചാൽ എന്താ? ഫിനിഷ്. ഇന്ന് തന്നെ തീർക്കൂ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം. ഫിനിഷ് ഇറ്റ് ടുഡേ. ഇന്ന് തന്നെ തീർക്കൂ. ഫിനിഷ് ഇറ്റ് ടുഡേ. അടുത്ത പോയിന്റ്, വൈകരുത്. നമ്മൾ എങ്ങനെയാണ് പറയണത്? വൈകരുത്. ഡോണ്ട് ബി ലേറ്റ്. വൈകരുത്. ഡോണ്ട് ബി ലേറ്റ്. അടുത്ത പോയിന്റ്, വ്യക്തമായി പറയൂ. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം ഇംഗ്ലീഷിൽ? വ്യക്തമായി എന്ന് വെച്ചാൽ എന്താ? ക്ലിയർലി.
വ്യക്തമായി പറയൂ, പറയുക ടെൽ. അപ്പം നമുക്ക് പറയാം, ടെൽ മീ ക്ലിയർലി, വ്യക്തമായി പറയൂ, വ്യക്തമായി പറയൂ, ടെൽ മീ ക്ലിയർലി. ഇപ്പോൾ വിളിക്കരുത്, നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഇപ്പോൾ വിളിക്കരുത്. ഡോണ്ട് കോൾ നൗ. ഇപ്പോൾ വിളിക്കരുത്. ഡോണ്ട് കോൾ നൗ. ഡോണ്ട് കോൾ നൗ. ഇപ്പോൾ വിളിക്കരുത്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. അത് ദൂരമാണോ? അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനാണ്. അത് ദൂരമാണോ? നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? അപ്പോൾ ദൂരത്തിന് നമുക്ക് എങ്ങനെ പറയാം? ഫാർ. അത് ദൂരമാണോ? അപ്പം നമുക്കെങ്ങനെ ചോദിക്കാം? ഈസ് ഇറ്റ് ഫാർ? ഈസ് ഇറ്റ് ഫാർ? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഈസ് ഇറ്റ് ഫാർ? അത് ദൂരമാണോ? ഈസ് ഇറ്റ് ഫാർ? നെക്സ്റ്റ് പോയിന്റ്, നേരെ പോകൂ. നേരെ എന്ന് വെച്ചാൽ എന്താ? സ്ട്രേറ്റ്. അപ്പം നേരെ പോകൂ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പോകുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പം നേരെ പോകൂ. ഗോ സ്ട്രേറ്റ്. നേരെ പോകൂ, ഗോ സ്ട്രേറ്റ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ പ്ലീസും കൂടെ ചേർത്തിട്ട് പറയാം. പ്ലീസ് ഗോ സ്ട്രേറ്റ്. പ്ലീസ് ഗോ സ്ട്രേറ്റ്. നേരെ പോകൂ. അപ്പം എങ്ങനെ നമ്മളിവിടെ എഴുതിയത്? നേരെ പോകൂ, ഗോ സ്ട്രേറ്റ്. ഗോ സ്ട്രേറ്റ്. അപ്പം നെക്സ്റ്റ് പോയിന്റ്, റിപ്പോർട്ട് തയ്യാറാക്കൂ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? റിപ്പോർട്ട് തയ്യാറാക്കൂ. പ്രിപ്പയർ. പ്രിപ്പയർ ദ റിപ്പോർട്ട്. പ്രിപ്പയർ ദ റിപ്പോർട്ട്. റിപ്പോർട്ട് തയ്യാറാക്കൂ. പ്രിപ്പയർ ദ റിപ്പോർട്ട്. REPORT. ഇത് O ആണേ. അപ്പം റിപ്പോർട്ട് തയ്യാറാക്കൂ. പ്രിപ്പയർ ദ റിപ്പോർട്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വരാം. അപ്പം നിങ്ങൾ ഇതിൽ ഓരോ പോയിൻറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുവാണ്. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ്. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.